ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ആൻ എക്സ്പ്ലെയിനർ. അപ്പോൾ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന സ്പൈ എക്സ് ഫാമിലിയുടെ എപ്പിസോഡ് 4 ആണ്. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് തുറന്നു ശ്രമിക്കുക. കാര്യം മിക്കവരും ലൈക്ക് ഇടാറില്ല. കഴിഞ്ഞ 2 എപ്പിസോഡ്സിലും ലൈക്കൊക്കെ ഭയങ്കര കുറവായിരുന്നു. നിങ്ങളിടുന്ന ഓരോ ലൈക്കും അതെനിക്ക് ചെറിയൊരു മോട്ടീവാണ്. കാര്യം ആ ഒരു ലൈക്ക് കൊണ്ട് ഞാൻ കാണുമ്പോൾ ഞാനൊന്ന് മോട്ടിവേറ്റഡ് ആവുന്നുണ്ട്. അപ്പോൾ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. സ്പൈ എക്സ് ഫാമിലിയുടെ മലയാളം എക്സ്പ്ലനേഷന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഡ്രസ്സ് എല്ലാം ഓക്കെ ആണ്. ഓക്കെ സർ, ചെക്ക് ചെയ്തു, കറക്റ്റ് ആണ് എന്നും പറഞ്ഞിട്ട് ആനിയും വയലറ്റും മ്യൂറും ആ സ്കൂളിലത്തെ ലാസ്റ്റ് സ്റ്റെപ്പ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകാൻ നിൽക്കുകയാണ്. റിച്ച് ആയിട്ടുള്ളവരുടെ മക്കൾ പഠിക്കുന്ന സ്കൂളായതുകൊണ്ട് തന്നെ ആ സ്കൂൾ വളരെ വലിയൊരു സ്കൂളാണ്. വയലറ്റ് ആരും അവനെ നോട്ടീസ് ചെയ്തില്ല. പക്ഷെ ആരൊക്കെ നോക്കുന്ന പോലെ തോന്നുന്നില്ല. മിക്കവാറും എന്റെ എനിമീസ് ആണ് എന്നും പറഞ്ഞിട്ട് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് ഡൗട്ട്ഫുൾ ആയിട്ട് അവൻ അതിനകത്ത് നടന്നു പോകുന്നുണ്ട്. ഇപ്പതിങ്ങനെ കേട്ട് ആനി ആണെങ്കിൽ എന്ത് എനിമീസ് ആണോ എന്ന് പറഞ്ഞിട്ട് അവൾ ഡൗട്ട് ആവുന്നുണ്ട്. യൂറിനും തോന്നുകയാണ് അവൾ ആരെങ്കിലും നോക്കുന്ന പോലെ. കൃത്യം ഒരു യൂർ കണ്ടുപിടിക്കുന്നുണ്ട്. വേറെ ആരുമല്ല, ആ സ്കൂളിലത്തെ കുറച്ച് ടീച്ചേഴ്സ്മാർ സ്റ്റാർട്ടിങ്ങിലെ ടെസ്റ്റ് വെച്ചിട്ടുണ്ട്. ഇവർ വരുന്നത് എങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് മാർക്ക് ഇടുന്നുണ്ട്. ഇവരെ മാത്രമല്ല ആ ടീച്ചർമാർ നോക്കുന്ന വരുന്ന എല്ലാ പാരൻസിനെ നോക്കി മാർക്ക് ഇടുന്നുണ്ട്. നമ്മുടെ ടെസ്റ്റ് ഇവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് വയലറ്റ് യൂറിനോട് പറയാണ്. K216 പാസ്, B34 പാസ്, L39 എന്ന് പറഞ്ഞിട്ട് ഓരോ പാരൻസിന്റെ നമ്പറിൽ അവർ പാസ് എന്ന് പറയണം അടുത്ത ടീച്ചർമാരെല്ലാം. അപ്പോഴാണ് അവിടെ സ്കൂളിലത്തെ ഹെഡ് മാസ്റ്റർ ഒരു സ്കോപ്പ് കൊണ്ടതിന് ശേഷം പറയാണ് മുമ്പത്തെ ആൾക്കാരെ പോലത്തെ ആൾക്കാരൊന്നും ഇപ്പോഴില്ല. അന്നേരം ഇരിക്കുമ്പോഴാണ് നമ്മൾ ഹീറോന്റെ ഫാമിലിയെ കാണുന്നത്. വയലറ്റ് ആണ് ഈ സ്കൂളിന്റെ അകത്തുള്ള ഒരു പ്രതിമയെ ബഹുമാനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യൂറിൻ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ഈ ഹെഡ് മാസ്റ്റർ ആലോചിക്കുകയാണ് മുമ്പത്തെ ആളുടെ പ്രതിമയെ നോക്കി ബഹുമാനിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഹെഡ് മാസ്റ്റർ ഇംപ്രസ് ആവുന്നുണ്ട്. എന്റെ ക്യാരക്ടറിനെ മറ്റുള്ളവർക്ക് വിശ്വസിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യും എന്ന് വയലറ്റ് അവനെ മനസ്സിൽ ആലോചിക്കുകയാണ്. ഇത് ആരെന്ന് പോലും അറിയണം. പിന്നെ ഇവൻ ചെയ്ത് നോക്കിയാണ് ഞാൻ ചെയ്യുന്നത് എന്ന് യൂർ അവളെ മനസ്സിൽ ആലോചിക്കുകയാണ്. ആറയിക്കളവൻ എന്ന് പറഞ്ഞ ആനി അവളെ മനസ്സിൽ ആലോചിക്കുകയാണ്. കണ്ടോടുന്ന ഹെഡ് മാസ്റ്റർ ആ ഒരു ടീച്ചർമാരോട് ചോദിക്കുകയാണ് ഈ ഫാമിലി കൊള്ളാലോ, ഈ ഫാമിലി നമ്പർ എന്താണ്? അപ്പൊ ആ ഒരു ടീച്ചർ പറയുന്നുണ്ട് ഈ ഫാമിലി നമ്പർ എന്താണെന്ന് വെച്ചാൽ K12 എന്നാണ്. ഈ ഫാമിലിയുടെ പേരെന്താന്ന് വെച്ചാൽ ഫോജർ ഫാമിലി എന്നാണ്. ഈ ഫാമിലിയിലത്തെ കൊച്ചു മോളിലാണ് ഈ സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ അവർ വന്നിരിക്കുന്നത്. ആ പെൺകുട്ടിയുടെ പേരെന്താന്ന് വെച്ചാൽ ആനി എന്നാണ്. ആ പെൺകുട്ടി ജസ്റ്റ് പാസ് മാത്രമേ എക്സാമിൽ ആയിട്ടുള്ളൂ. അപ്പോഴാണ് ആ ഒരു മാസ്റ്റർ പറയാണ് പാരന്റ്സ് തന്നെ ഇരിക്കുമോ അങ്ങനെ ആയിരിക്കും അവരെ മക്കളിരിക്കുക. എനിക്ക് കണ്ടിട്ട് ഇവർ ഭയങ്കര എലഗനാണ് തോന്നുന്നു എന്ന് ഒരു ഹെഡ് മാസ്റ്റർ പറയുന്നുണ്ട് അവരെ പറ്റി. എൻട്രൻസിൽ പാസ്സായവരെ ഒരു ഭാഗത്തും പാസ്സാവാത്തവരെ വേറൊരു ഭാഗത്തിലും ആക്കിയിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ഹീറോന്റെ ഫാമിലി പാസ്സായിട്ടുണ്ട്. അങ്ങനെ ഒരു സ്കൂളിലത്ത് കയറുമ്പം ആ ട്രെയിനേജിന്റെ ഏരിയയിൽ ഒരു കുട്ടി പെട്ടിരിക്കുകയാണ്. എന്നിട്ട് ആ കുട്ടി കിടന്ന് കരയുന്നുണ്ട് ആരെങ്കിലും രക്ഷിക്കുമോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഹീറോ അപ്പം തന്നെ മനസ്സിലാക്കിയാണ് ഇതൊരു ടെസ്റ്റാണ്. ഇത് മനസ്സിലാക്കിയ വയലറ്റ് ആനയ്ക്ക് സിഗരറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ ആനിയ പറയുന്നുണ്ട് അച്ഛാ നോക്ക് അവിടെ ഒരു കുട്ടി പെട്ടിരിക്കുകയാണ്. അവരടുത്ത് പോകുമ്പോൾ ആ കുട്ടി വീണ്ടും ആക്ടിങ് കൂട്ടുകയാണ്. ഇന്റർവ്യൂക്ക് വേണ്ടി നല്ല നീറ്റായിട്ട് കാരണം. അപ്പോൾ മിക്കവാറും ഇവർ റിസ്ക് എടുക്കില്ല. അങ്ങനെ ആ ഹെഡ് മാസ്റ്റർ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ വയലറ്റ് ആ ഒരു ഇറങ്ങിയതിനു ശേഷം ആ ഒരു കുട്ടിയെ രക്ഷപ്പെടുത്തുകയാണ്. ഒരു സാധാരണ കുട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി സ്വയം മറന്ന് സ്വന്തം ഡ്രസ്സ് വൃത്തിയാക്കിയോ മിക്കവാറും ഇവർ മിഡിൽ ക്ലാസ് ആയിരിക്കും, ഇവർ റിച്ച് അല്ല എന്നും പറഞ്ഞിട്ട് ആ ഒരു ഹെഡ് മാസ്റ്റർ K12 ഫെയിലാക്കുന്നു പറയുകയാണ്. പക്ഷെ ഇത്രയും നല്ലൊരു ഫാമിലിയെ ഫെയിലാക്കാൻ വേണ്ടി അവിടെ ടീച്ചർമാർക്കൊന്നും തോന്നുന്നില്ല. പക്ഷെ പെട്ടെന്ന് തന്നെ വയലറ്റ് അവരുടെ ഡ്രസ്സ് മാറി പുതിയ ഡ്രസ്സിലോട്ട് ഇടുകയാണ്. എന്ത് ഈ സിറ്റുവേഷൻ നേരത്തെ കണ്ട് ഇവർ സ്പെയർ ഡ്രസ്സും കൊണ്ടുവന്നു. അപ്പോൾ ഇവർ സാധാരണക്കാരല്ല എന്ന് ഹെഡ് മാസ്റ്റർ ആലോചിക്കുന്നുണ്ട്. ഇതുപോലത്തെ ഒരു പെർഫെക്റ്റും എലഗന്റായിട്ടുള്ള ഫാമിലി ഇതുവരെ കണ്ടിട്ടില്ല എന്നും പറഞ്ഞിട്ട് വയലറ്റിന്റെ ഫാമിലി ഓർത്ത് ഈ ഒരു ഹെഡ് മാസ്റ്റർ ഇംപ്രസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ കുറെ മൃഗങ്ങൾ ഓടി വരുന്ന ഈ ഒരു ഫാമിലിയെ നോക്കിക്കൊണ്ട്. അപ്പോഴാണെങ്കിൽ ഇതൊരു ടെസ്റ്റ് ആണോ, ഇത്രയും ചീപ്പായിട്ടുള്ള ടെസ്റ്റ് ഒക്കെ ഉണ്ടോ എന്ന് വയലറ്റ് അവനെ മനസ്സിൽ ആലോചിക്കുകയാണ്. മൃഗങ്ങളെ അഴിച്ചുവിട്ടുള്ള ടെസ്റ്റ് ഇത് ആരുടെ ഐഡിയ ആണ് എന്ന ഹെഡ് മാസ്റ്റർ ആ ടീച്ചറോട് ചോദിക്കുന്നത്. അപ്പോൾ ടീച്ചർ പറയണത് എന്ത് അപ്പം ഹെഡ് മാസ്റ്ററിന്റെ ഐഡിയ അല്ലേ ഇത്? അപ്പോൾ ഇത് ആരുടെ ഐഡിയ അല്ലേ? അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ആക്സിഡന്റ് ആണോ? അയ്യോ ഇവിടെ കുറെ VIP ആൾക്കാരെ കൊണ്ട് എന്ന് പറഞ്ഞാൽ ഹെഡ് മാസ്റ്റർ ടെൻഷൻ അടിക്കുകയാണ്. പെട്ടെന്ന് പോയി അവിടെ ഇരിക്കുന്ന എല്ലാ പാരന്റ്സിനെയും രക്ഷപ്പെടുത്തുക എന്ന ഹെഡ് മാസ്റ്റർ അവിടെ ഇരിക്കുന്ന ടീച്ചറെ അടുത്ത് ഓർഡർ കൊടുക്കുന്നുണ്ട്. ആ മൃഗങ്ങളുടെ പേടിച്ച് ഒരു കുട്ടി ഓടിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടി താഴെ വീഴുകയാണ്. അപ്പോൾ വയലറ്റ് കൃത്യമായിട്ട് പോയിട്ട് ആ കുട്ടി രക്ഷപ്പെടുത്തുന്നുണ്ട്. അവിടെ കുറെ ആൾക്കാരെ മൈൻഡ് ഉള്ളതുകൊണ്ട് തന്നെ ആനിയും അവിടെ ബോധം കെടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പശുക്കൂട്ടത്തിലത്തെ ബോസ് ഇതായിരിക്കും. എനിക്ക് എങ്ങനെയെങ്കിലും പിന്നെ ഡിഫീറ്റ് ചെയ്താലേ പറ്റുള്ളൂ. എന്റെ സ്യൂട്ട് കേസിന്റെ അകത്ത് ഗണ്ണുണ്ട്, ഗണ്ണെടുത്ത് ഡിഫീറ്റ് ചെയ്യാം. പക്ഷെ അങ്ങനെ ഡിഫീറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും കുറച്ച് റിസ്ക് ആണ് എന്ന് വയലറ്റ് അവന് മനസ്സിലാലോചിക്കണം. അപ്പോൾ യൂറ് പറയാണ് ഇന്ന് ആനിയനെ നോക്ക്, ഈ പശുവിന്റെ ബോസിനെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് യൂറ് വളരെ കിഡിലുമായിട്ട് ആ ഒരു ബോസിനെ അവിടെ ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. ആ സീനൊക്കെ വേറെ ലെവലാണ്. ഇത് കണ്ട് നെറ്റിയ വയലറ്റ് അവളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണെങ്കിൽ അവള് പറയാണ് അത് എനിക്ക് ആനിമലിന്റെ സൈക്കോളജിയും ബോഡി പാർട്സ് ഒക്കെ അറിയാം, അതുകൊണ്ട് ആ വീക്ക് പോയിന്റ് തൊട്ടാൽ അവർ മയങ്ങി വീഴുന്ന എനിക്കറിയാം എന്ന് യൂറ് പറയണം അവനോട്. ആ ഒരു പശുവിന്റെ മൈൻഡ് റീഡ് ചെയ്ത് ആനിയെ പറയാണ് എന്ത് നീ പേടിച്ചോ, നീ പേടിക്കണ്ട, നമ്മളൊന്നും ചെയ്യാൻ പോകുന്നില്ല നിന്നെ, നീ നിന്റെ ഫ്രണ്ട്സിനെ കൂട്ടി ഇവിടുന്ന് പോകാൻ നോക്ക് എന്ന് ആനി ആ പശുവിനോട് പറയുന്നുണ്ട്. ആ പശു ആണെങ്കിൽ അതുപോലെ തന്നെ മിണ്ടാതെ തിരിച്ചു പോകുന്നുണ്ട്. ഇത് കണ്ട് വളരെയധികം ഇംപ്രസ് ആയ ഹെഡ് മാസ്റ്റർ പറയുന്നത് ഇതുപോലത്തെ ഫാമിലി എന്റെ ജീവിതത്തിൽ കണ്ടില്ല എന്ന് പറഞ്ഞ ആവേശം കൂടിയ ഹെഡ് മാസ്റ്റർ ഡയറക്റ്റ് ആയിട്ട് വയലിന്റെ അടുത്ത് പോയിട്ട് പറയാണ് ഇതുപോലത്തെ എലഗന്റ് ആയിട്ടുള്ള ഫാമിലി എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, നിങ്ങളുടെ ഫാമിലി വളരെ കിഡിലുള്ള ഫാമിലിയാണ് എന്ന് ഹെഡ് മാസ്റ്റർ വയലിനോട് പറയാണ്. നിങ്ങളുടെ കാര്യം പറഞ്ഞ് നിങ്ങൾ സ്വയം പറഞ്ഞ് നിങ്ങൾ മറ്റുള്ളവരെ രക്ഷിക്കുകയാണ്, പക്ഷെ നിങ്ങൾ ചെറിയ റെസ്റ്റ് എടുത്തോ എന്ന് അവർ ഹെഡ് മാസ്റ്റർ അവരോട് പറയണം. അപ്പോഴാണെങ്കിൽ വയലറ്റ് പറയാണ് അതിനൊന്നും ആവശ്യം നമുക്കില്ല എന്ന് പറഞ്ഞ വയലറ്റ് ടക്കെന്ന് അവരുടെ ഡ്രസ്സ് പെട്ടെന്ന് മാറുകയാണ്. അപ്പോഴെങ്കിൽ ആ ഹെഡ് മാസ്റ്റർ ആലോചിക്കണം ആറ് ഇന്റർവ്യൂക്ക് ഇത്രയും ഡ്രസ്സ് കൊണ്ടുവരുന്നത്. അപ്പോഴെങ്കിൽ ആ ടീച്ചേഴ്സ് ഒക്കെ ചേർന്നതിന് ശേഷം ഒരു റൂമിൽ ഇന്റർവ്യൂ നടത്തുകയാണ്. അപ്പോഴാണെങ്കിൽ വയലറ്റ് ആണെങ്കിൽ ആ ഒരു ഇന്റർവ്യൂ റൂമിലത്തെ ഒരു മൈക്ക് വെച്ചിട്ട് വെളിയിൽ നിന്നെല്ലാം കേട്ടോണ്ടിരിക്കുകയാണ്. ഇപ്പൊ വന്ന ഫാമിലി പാസ്സായില്ല, ഫെയിലായി എന്ന് വയലറ്റ് മനസ്സിലാക്കുകയാണ്. ഞാൻ എത്ര മിഷൻസ് ചെയ്തിട്ടുണ്ട്, ഞാൻ എനിമീസിന്റെ കൂടെ തന്നെ എനിമീസ് ചതിച്ചിട്ടുണ്ട്, രാജ്യത്തിന് നേരെ വരായിരുന്ന ന്യൂക്ലിയർ മിസൈൽ വിത്തിൻ 1 സെക്കൻഡ് ബാക്കി നിൽക്കേണ്ട നിർത്തിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും എനിക്ക് പേടിയില്ലായിരുന്നു. പക്ഷെ എന്താണ് ഇപ്പൊ എനിക്ക് നല്ല പേടിയാവുന്നുണ്ടല്ലോ.
ആണല്ലോ എന്ന് വയലറ്റ് അവന്റെ മനസ്സിൽ ആലോചിക്കുകയാണ്. അങ്ങനെ വയലറ്റിന്റെ ഫാമിലിനെയും കൂടെ ആ ഒരു ഇന്റർവ്യൂക്ക് വിളിക്കുകയാണ്. അപ്പോഴാണെങ്കിൽ വയലറ്റിന്റെ ഫാമിലിയെ കണ്ട ഹെഡ് മാസ്റ്റർ പറയാണ്, ഇത് ഫോജർ ഫാമിലി അല്ലേ? വാൾട്ടർ ഇവാൻസ് ഇങ്ങാരും സ്കൂളിലത്തെ ഒരു ഹെഡ് മാസ്റ്റർ ആണ്, നന്നായിട്ട് സംസാരിച്ചാൽ മാത്രം മതി ഇങ്ങേരെയും കയ്യിലെടുക്കുക എന്ന് വയലറ്റ് അവന്റെ മനസ്സിൽ ആലോചിക്കുകയാണ്. പെൺകുട്ടി താങ്കളുടെ രണ്ടാമത്തെ വൈഫ് എന്ന് കേട്ടല്ലോ, അത് സത്യമാണോ? നിങ്ങൾ എങ്ങനെയാണ് ഒരുമിച്ച് എന്ന് വയലറ്റിനോട് ഹെഡ് മാസ്റ്റർ ചോദിക്കുകയാണ്. സ്ട്രൈറ്റ് ആയിട്ട് വായിലടക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണല്ലോ ചോദിക്കുന്നത് എന്ന് വയലറ്റ് അവന്റെ മനസ്സിൽ ആലോചിക്കുകയാണ്. ബേസിക്കലി നമ്മളൊരു ടൈലർ ഷോപ്പിലാണ് മീറ്റ് ചെയ്തത്. നല്ലൊരു പെൺകുട്ടി ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കമ്പനിയായി. അവർക്ക് എന്നെയും എനിക്ക് അവളെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ആനയ്ക്ക് ഒരു നല്ലൊരു അമ്മേനെ വേണമെന്നുള്ളത് കൊണ്ട് തന്നെ ഇവളെ ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അതിനാണ് നമ്മൾ കല്യാണം കഴിച്ചത് എന്ന് വയലറ്റ് ഹെഡ് മാസ്റ്ററിനോട് പറയുകയാണ്. ഓക്കെ മിസ് ഫോജർ, താങ്കളുടെ ഭർത്താവിനെ പറ്റി എന്തെങ്കിലും പറയൂ. അപ്പോഴാണെങ്കിൽ യൂറ് പറയുകയാണ്, എന്റെ ഭർത്താവ് ഒരു നല്ലൊരു വ്യക്തിയാണ്, അങ്ങേർക്ക് നല്ല ബുദ്ധിയുണ്ട്, നല്ല സ്ട്രോങ്ങർ ആണ്. പിന്നെ എൻ്റെ അടുത്തും ആനിയുടെ അടുത്തും വളരെയധികം സ്നേഹത്തോടെ സംസാരിക്കുന്ന വളരെയധികം നല്ലൊരു മനുഷ്യനാണ് എൻ്റെ ഭർത്താവ് എന്ന് വയലറ്റിനെ പറ്റി യൂറ് പറയാണ് ഹെഡ് മാസ്റ്ററിനോട്. നിന്നെ പോലത്തെ വളരെയധികം ഭംഗിയായിട്ടുള്ള ഒരു പെൺകുട്ടി എന്താണ് സെക്കൻഡ് മാരേജ് ചെയ്യാൻ വേണ്ടി സംഭവിച്ചത് എന്ന് അവിടെ ഇരിക്കുന്ന വേറൊരു ഹൗസ് മാസ്റ്റർ ചോദിക്കുകയാണ്. മുർദോസ് സ്വാൻ ഇവനും ഒരു ഹൗസ് മാസ്റ്ററാണ്, പക്ഷെ വളരെയധികം ചുറിയനും പിന്നെ വളരെ വൃത്തികെട്ടവനായിട്ടുള്ള ഒരു ഹൗസ് മാസ്റ്ററാണ് ഈ സ്കൂളിലത്തെ. ഇവന്റെ ഈ തങ്കം പോലത്തെ മനസ്സ് കാരണം ഇവരുടെ ഭാര്യ വരെ കഴിഞ്ഞ മാസം അവനെ ഡൈവോഴ്സ് ചെയ്തു. ഇവന്റെ കുട്ടിയെ പോലും വേണ്ടത് വെച്ചിട്ടാണ് അവൾ പോയത്. ഇവന് മറ്റുള്ളവരെ ഫാമിലിയെ കാണുമ്പോൾ എന്തോ ചെറിയ ചൊറിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവനടുത്ത് മാത്രം ഇവൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് മാത്രം ഇഗ്നോർ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ എയ്ഡൻ കോളേജ് സെലക്ട് ചെയ്തത് നിങ്ങളെ കുട്ടിയെ പഠിപ്പിക്കാൻ വേണ്ടി? അത് പിന്നെ എലൈറ്റ് ആയിട്ടുള്ള സ്കൂളിൽ പഠിച്ചാൽ മാത്രമേ എൻ്റെ കുട്ടി വലുതാകുമ്പോൾ ഒരു എലൈറ്റ് സ്റ്റുഡൻ്റ് ആയിട്ട് മാറുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു എലൈറ്റ് സ്കൂളിലാക്കിയത് എന്ന് വയലറ്റ് അവരോട് പറയാം. കുഴപ്പമില്ല, ഈ സ്കൂളിനെ പറ്റി വളരെയധികം അഭിമാനത്തോടെ പറയുന്നുണ്ടല്ലോ, അപ്പോൾ ഇവരെ പാസ് ചെയ്യാം എന്ന് സ്റ്റാർട്ടിങ് കണ്ട ആ ഒരു ഹെഡ് മാസ്റ്റർ പറയാണ്. ഓക്കെ, ആനിയെ പറ്റി ആനിയുടെ വീക്ക്നെസ്സും അവളുടെ സ്ട്രെങ്തും പറയാവോ എന്ന് വയലറ്റിനോട് ചോദിക്കുകയാണ്. അപ്പോൾ വയലറ്റ് പറയാണ്, ആനി വളരെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടൊരു കുട്ടിയാണ്. കാര്യം ചില സമയത്ത് എന്നെ മനസ്സിൽ ആലോചിക്കുന്ന കാര്യം തന്നെ അവൾ അതുപോലെ ചെയ്യും. അവളുടെ വീക്ക്നെസ് എന്താണെന്ന് വെച്ചാൽ അവൾ ഓവറായിട്ട് കുറേ ഫുഡ് കഴിക്കും, അതാണ് അവളെ ഏറ്റവും വീക്ക്നെസ്. അപ്പോഴാണെങ്കിൽ യൂറിനോട് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അത് പിന്നെ നിങ്ങൾക്ക് അറിയാലോ, ആനിയുടെ സെക്കൻഡ് മദറാണ് ഞാൻ. പിന്നെ അവൾ നല്ലൊരു പെൺകുട്ടിയാണ്, പക്ഷേ എൻ്റെ അടുത്ത് കുറച്ച് അവൾ കൊഞ്ചൽ കാണിക്കുന്നത്, പക്ഷെ നല്ല കൊടുത്തപ്പോൾ അവൾ ആ കൊഞ്ചലൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആനിയെ നല്ല ഫുഡ് കഴിക്കുന്നു പറഞ്ഞല്ലോ, അപ്പോൾ ആനി എന്ത് ടൈപ്പ് ഫുഡാണ് കഴിക്കുന്നത്? ഇത് കേട്ട് യൂർ ജസ്റ്റ് സ്റ്റക്ക് ആവുകയാണ്. അത് പിന്നെ കുക്കിംഗ് ഒക്കെ ഞാനാണ് വീട്ടിൽ ചെയ്യാറുള്ള, ഞാൻ ഇല്ലാത്തപ്പോൾ മാത്രമേ യൂർ അവളുടെ കിച്ചണിൽ കയറാറുള്ളൂ. ഫുഡ് പോലും ഉണ്ടാക്കാനടുത്ത വൈഫോ എന്ത് ഫാമിലി അടുത്തുണ്ട് എന്ന് പറഞ്ഞാൽ മറ്റേ ചൊറിയൻ ചോദിക്കുകയാണ് ഇവരോട്. ഇത് കേട്ടിട്ട് വയലറ്റിന് വളരെയധികം ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ വയലറ്റ് അവൻ്റെ മനസ്സിൽ പറയുന്നുണ്ടോ, നീ പേടിക്കണ്ട, കാര്യം ഇത് ജസ്റ്റ് നിന്റെ മിഷന് വേണ്ടിയുള്ള ഭാര്യയാണ്, അപ്പം നീ ഒന്നും ദേഷ്യപ്പെടേണ്ട എന്ന് വയലറ്റ് സ്വയം പറയുന്നുണ്ട്. അത് പിന്നെ സാർ, എല്ലാവർക്കും അവരവരുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് കാണും. യൂറിന്റെ സ്ട്രെങ്ത് എന്ന് വെച്ചാൽ അവൾ വീട് നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട്, അവൾ നല്ലൊരു ഭാര്യയാണ്. ഓ, എന്ത് നല്ല ഫാമിലി ആയത്, ഇവരെ ഫാമിലി എന്തെങ്കിലും തെറ്റിച്ചാലേ പറ്റുള്ളൂ. ഇത് ടെലിപ്പത്തിക്കലി ആനിയെ കേട്ട് പറയാണ് ഇവർ വൃത്തികെട്ടവനാണെന്ന്. ഓക്കെ ആനിയുടെ വീടും അഡ്രസ്സൊക്കെ എനിക്കൊന്ന് പറഞ്ഞു തരാമോ എന്ന് ഹെഡ് മാസ്റ്റർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആനിയെ കൃത്യമായിട്ട് ആൻസേഴ്സ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആനി അവളുടെ മനസ്സിൽ ആലോചിക്കുകയാണ്, ഞാൻ വിചാരിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിക്കുന്നത്, അതുകൊണ്ട് തന്നെ വലിയ റിസ്ക് ഇല്ല. ആനിയെ ഈ സ്കൂളിൽ വന്നതിന് ശേഷം ആനി എന്താണ് ചെയ്യാൻ പോകുന്നത്? അപ്പോഴെങ്കിൽ വയലറ്റ് അവനെ മനസ്സിൽ ആലോചിക്കുകയാണ്, ആനിയെ ഈ സ്കൂളിൽ കയറിന് ശേഷം ഡെസ്മാൻ്റെ ആ ചെറുക്കനുമായിട്ട് കമ്പനി അടിച്ചതിന് ശേഷം ഡെസ്മാൻ്റെ വീട്ടിൽ പോയതിനു ശേഷം ഡെസ്മാനെ കൊല്ലണം, അതാണ് എൻ്റെ പ്ലാൻ എന്ന് അവൻ്റെ മനസ്സിൽ ആലോചിക്കുകയാണ്. ഇത് കേട്ട് പ്രാന്തായ ആനിയെ പറയാണ്, അത് ഓർഗനൈസേഷൻ കൊല്ലണം എന്നൊക്കെ പറയാണ് അവൾ. അപ്പോഴാണെങ്കിൽ ഹെഡ് മാസ്റ്റർ ചോദിക്കുകയാണ്, എന്താണ് ഈ കുട്ടി പറഞ്ഞത്? അപ്പോഴാണെങ്കിൽ വയലറ്റ് പറയാണ്, അത് പിന്നെ ഇവർക്ക് ചെറുപ്പം തൊട്ടേ ലീഡർ ആവാൻ ഭയങ്കര ആഗ്രഹം, ഇവൾ ഈ സ്കൂളിൽ വന്നതിന് ശേഷം നല്ലൊരു ലീഡർ ആവാൻ നോക്കുന്ന എന്ന് വയലറ്റ് അവരോട് പറയാണ്. അപ്പോഴാണെങ്കിൽ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ് കണ്ട അയാൾ ആനിയോട് ചോദിക്കുകയാണ്, ഈ സ്കൂളിലത്തെ ഹെഡ് മാസ്റ്ററിൻ്റെ പേര് അറിയാവോ? അപ്പോഴാണെങ്കിൽ അയാൾ തന്നെ അയാളെ മനസ്സിലായ ഉത്തരം പറയുന്നുണ്ട്, ബെനഡിക്ട് ഹൈമാൻ ഗുഡ് ഫെലോ എന്നാണ് ആ ഹെഡ് മാസ്റ്ററിൻ്റെ പേര്. ആനി അതുപോലെ തന്നെ കറക്റ്റായിട്ട് ഉത്തരം പറയുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ അയാൾ വീണ്ടും ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ലീഡർ ആവണം പറഞ്ഞില്ല, അപ്പോൾ ലീഡർ ആവാൻ വേണ്ടി എന്തൊക്കെ കഷ്ടപ്പാടാണ് ചെയ്യണമെന്ന് അറിയാവോ? അപ്പോഴാണെങ്കിൽ ആനിയെ പറയുന്നുണ്ട്, അത് പിന്നെ ഒരിടത്തും വീഴാൻ പാടില്ല, ഒരു കാട്ടിലത്ത് പോയാൽ തന്നെ ഒരു ടൈം ബോംബ് കൊണ്ട് പോകണം എന്ന് ആനിയ അവൾ ടി വി കണ്ട കാര്യം പറയാണ്. അതൊക്കെ വയലിന് മനസ്സിലാവുകയാണ്. ഈ കുട്ടി ഭയങ്കര എലഗന്റ് ആണ് എന്ന് ഹൗസ് മാസ്റ്റർ പറയാണ്. ശരി ആനിയ, നിന്റെ അച്ഛൻ്റെ ജോലി എന്താണ്? അത് പിന്നെ സ്പൈ എന്ന് പറയാൻ വന്നിട്ട് സൈക്കാട്രിസ്റ്റ് എന്ന് പറയണം അവൾ. എനിക്ക് ഞാൻ ഫുൾ പോയിന്റ്സ് 100 out of 100 എന്ന് പറയണം. അപ്പോൾ ആനിയ പറയണം, എനിക്ക് എൻ്റെ അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ അച്ഛൻ്റെ കൂടെ എനിക്ക് എപ്പോഴും ഇരിക്കണമെന്ന് എൻ്റെ ആഗ്രഹം എന്ന് പറയാണ്. അപ്പോഴാണെങ്കിൽ ആ ചൊറിയൻ സ്വാൻ ഇവരോട് ചോദിക്കുകയാണ്, നിന്റെ ഫസ്റ്റ് അമ്മേനെയാണോ സെക്കൻഡ് അമ്മേനെ ഭയങ്കര ഇഷ്ടമെന്ന് ചോദിക്കണം ആനിയനോട്. ഇവളോട് ഇങ്ങനത്തെ വൃത്തിയുടെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് എന്ന് വയലറ്റ് അവനോട് ചോദിക്കുകയാണ് സ്വാനിനോട്. ക്വസ്റ്റ്യൻ സ്കിപ്പ് എന്ന് വയലറ്റ് പറയണം. അപ്പോഴേക്കും അയാൾ പറയുന്നുണ്ട്, പറ്റൂല, ഇതിന് ഉത്തരം തന്നാലേ പറ്റുള്ളൂ എന്ന് അയാൾ പറയണം. സ്വാൻ പറയാണ്, എനിക്ക് ആനിയെ പറ്റി ഒന്നും അറിഞ്ഞൂടല്ലോ, ഇവള് ഓഫനേജിന് മുമ്പ് വരെ എനിക്ക് ഇവളെ ഫാമിലി പറ്റി ഒന്നും അറിഞ്ഞൂടാ എന്ന് വയലറ്റ് അവനെ മനസ്സിൽ ആലോചിക്കുകയാണ്. അപ്പോഴാണെങ്കിൽ ആനി അവിടെ കരയാൻ തുടങ്ങണം. അപ്പോഴാണ് ആ ചൊറിയൻ പറയാണ്, ഇങ്ങനത്തെ കുട്ടികൾക്കൊന്നും ഈ സ്കൂളിൽ അഡ്മിഷൻ ഇല്ല, നിങ്ങൾക്ക് പോകാം, നിങ്ങൾ ഫെയിലായി എന്ന് ആ ചൊറിയൻ പറയണം. അപ്പോഴെനിക്ക് വയലിന് ദേഷ്യം തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അവന്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഒരു കുട്ടീനോട് ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ യൂർ മനസ്സിൽ ആലോചിക്കുന്നത്, ഇയാളെങ്കിൽ പെട്ടെന്ന് തട്ടിയാലോ, ഇയാൾ ഇപ്പൊ തന്നെ കൊന്നാലോ എന്ന് പറഞ്ഞാൽ അവൾ ജനിച്ച് കൂടിക്കൊണ്ട് നിൽക്കുക. വയലിനാണെങ്കിൽ അവന്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, എന്നാലും അവൻ കൺട്രോൾ ചെയ്ത് നിൽക്കുകയാണ്. ഇതൊരു മിഷനാണ്, ഇതൊരു ഫേക്ക് മിഷൻ, ഇതൊരു ഫേക്ക് ഫാമിലിയാണ് എന്നും പറഞ്ഞിട്ട് അവന് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഈ ഒരു കാര്യം. വയലറ്റ് ആ ഫ്രണ്ട് ഇരിക്കുന്ന ടേബിൾ വലിച്ചടിച്ച് പൊടിച്ചതിന് ശേഷം പറയാണ്, സോറി അവിടെ മൊസ്കിലിരിക്കുന്നത് കണ്ടു, അതാണ് അടിച്ചത് എന്ന് പറയണം.
പറയുകയാണ് വയലറ്റ്. ഈ സീനൊക്കെ വളരെ മാരകമായിട്ടുള്ള സീനാണ്. കാര്യം ആ ഒരു ചൊറിയൻ്റെ ഒരു ചൊറിയും പിന്നെ ഈ ഒരു സീനും ഇവരെ ദേഷ്യം ഇതൊക്കെ കാണുമ്പോൾ ഈ ഒരു സീൻ ഭയങ്കര ഇൻറ്റൻസ് കൂടുതലാണ്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇൻറ്റൻസ് കിട്ടിയെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇൻറ്റൻസ് കിട്ടിയെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യേണ്ടതാണ്. ഇത്രയും നിലവാരം കുറഞ്ഞ വളരെ വൃത്തിയായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ട് തന്നെ ഈ സ്കൂളിൽ എൻ്റെ കുട്ടിയെ പഠിപ്പിക്കാൻ വേണ്ടി ഒട്ടും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നും പറഞ്ഞ വയലറ്റ് അവർ രണ്ടര കൂട്ടി അവിടെ നിന്ന് പോവുകയാണ്. അപ്പോഴാണെങ്കിൽ ആ ചൊറിയൻ പറയാണ്, നിന്നെയൊക്കെ ഇവിടെ ആർക്ക് വേണം, നീ നിന്റെ കുട്ടിയെ കൊണ്ട് പോകണം, നിനക്കൊന്നും ഇവിടെ അഡ്മിഷൻ ഇല്ല എന്ന് പറയാണ്. ഇത് കേട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഹെൻറി അവൻ്റെ മനസ്സിൽ ആലോചിക്കുകയാണ്. ഈ സ്കൂളിനെ പറ്റി നല്ലത് മാത്രം വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു ഫാമിലി ആയിരുന്നു. ഇപ്പം ഈ ഫാമിലി നമ്മുടെ സ്കൂളിനെ പറ്റി വളരെയധികം വെറുക്കുന്നു. ഫസ്റ്റ് നിന്നെ വേണം ഇവിടുന്ന് ഫയർ ചെയ്യാൻ വേണ്ടി എന്ന് ഹെൻറി ആ ചൊറിയനോട് പറയണം. അപ്പോൾ ചൊറിയൻ വീണ്ടും കാരണം ചൊറിനോണ്ടിരിക്കുക. അപ്പോൾ ഹെൻറി ഒരു മുഖത്തേക്ക് ഒരു ഇടിയും കൊടുക്കുകയാണ്. അവിടെ നിന്ന് കട്ടിയത് വയലറ്റ് വീട്ടിലിരിക്കുകയാണ്. വീട്ടിൽ അവൻ്റെ മനസ്സിൽ ആലോചിക്കുകയാണ്, എൻ്റെ ഫീലിംഗ്സിനെ കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അഡ്മിഷൻ കിട്ടുമായിരുന്നു. അപ്പോൾ ആനിയ വയലറ്റിൻ്റെ അടുത്തതിന് ശേഷം കാരനോട് പറയാണ്, അച്ഛ ഐ ആം സോറി, ഞാൻ കാരണമല്ലേ എനിക്ക് ഈ ഒരു അഡ്മിഷൻ കിട്ടാത്ത, ഐ ആം സോറി അച്ഛ, അച്ഛനെ ഞാൻ കാരണമല്ലേ മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത എന്ന് പറഞ്ഞിട്ട് അവൾ കരയാൻ തുടങ്ങിയാണ്. യൂറാണെങ്കിൽ കോഫിഡിന് ശേഷം അവളെ മനസ്സിൽ ആലോചിക്കുകയാണ്, ആനിയക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി എന്നെ കല്യാണം കഴിച്ച, ഇനിയിപ്പോൾ അവൾക്ക് അഡ്മിഷൻ കിട്ടാത്തതുകൊണ്ട് നമ്മൾ റിലേഷൻഷിപ്പിൻ്റെ എന്തിനെ പോകുന്ന ആലോചിക്കുകയാണ്. വിഷമിക്കേണ്ട, എന്തെങ്കിലും നല്ലത് നടക്കും എന്ന് യൂറ് പറയാണ്. അപ്പോഴാണെങ്കിൽ ആനിയ പറയാണ്, അതേ അച്ഛ, മറ്റേ കണ്ണടി വെച്ച രണ്ട് അപ്പൂമാരും കൊള്ളായിരുന്നു, അവർ നല്ല മനുഷ്യന്മാരാണ്. അപ്പോൾ വയലറ്റ് അവൻ്റെ മനസ്സിൽ ആലോചിക്കുകയാണ്, ഒരു സ്പൈ ഒരിക്കലും മറ്റുള്ളവർ വിശ്വസിക്കാറില്ല, അയാളെ മാത്രമേ വിശ്വസിക്കാറുള്ളൂ, പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് വയലറ്റ് ആ കോഫി എടുത്തതിന് ശേഷം പറയാം, നമ്മൾ ചെയ്ത ഹാർഡ് വർക്ക് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവരെ മൂന്നുപേർ ആ കോഫി പൊക്കെയാണ്. അവരെ ആ കോഫി പൊക്കിയ സമയത്ത് തന്നെ അവരെ ഫാമിലി ഫോട്ടോ താഴ്വിടെയാണ്. ആ സമയത്ത് ഹീറോ പറയാണ്, ഇത് നല്ല സിഗ്നലല്ലോ. അവിടെ വെച്ച് എപ്പിസോഡ് 4 എൻഡ് ആവുകയാണ്. എപ്പിസോഡ് എങ്ങനെ ഉണ്ടായിരുന്നു കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക. ഇനി അങ്ങോട്ടുള്ള സ്പൈ എക്സ് ഫാമിലിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ എപ്പിസോഡ് 5 കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ദിസ് ഇസ് ആൻ എക്സ്പ്ലെയിനർ സൈനിങ് ഔട്ട്.